ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗത്തിന്റെ മഹിമ വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന രക്ഷകനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാലമാണ് ക്രിസ്മസ് കാലം. ഡിസംബർ മാസമാകുമ്പോൾ തന്നെ നാം എല്ലാവരും നമ്മുടെ വീടുകളിൽ നക്ഷത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. എന്നാൽ അന്ന് ഉണ്ണീശോ പിറന്നപ്പോൾ ഒരൊറ്റ നക്ഷത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവിടെ ഈശോ ഉണ്ടായിരുന്നു. ഈ ക്രിസ്മസ് കാലത്ത് നാം നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം: ഈശോ നമ്മിൽ ജനിക്കുമോ? നാം മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ടാകാം, ആ ജനിക്കുമായിരിക്കും എന്നല്ല. അങ്ങനെയെങ്കിൽ ഇക്കാലം അത്രേ നമ്മിൽ ജനിച്ച ഈശോ എവിടെ? രണ്ട് കൂട്ടരാണ് ഉണ്ണീശോ പിറന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. ഒന്നും അറിയാത്ത ആട്ടിടയന്മാരും എല്ലാം അറിയുന്ന ജ്ഞാനികളും. ഇവർ രണ്ടുപേരും സമാധാനം കണ്ടെത്തിയത് ഉണ്ണീശോയെ കണ്ടപ്പോഴല്ലേ? ഉണ്ണിക്കുരുന്നിനെ വരവേൽക്കാൻ മണ്ണിലും വിണ്ണിലും നക്ഷത്ര ദീപങ്ങൾ വീഴ്ത്തുന്നു. പൂജരാജാക്കന്മാർക്ക് വഴികാട്ടിയായത് വാനിലുദിച്ച ആ നക്ഷത്രമാണ്. നക്ഷത്രം പ്രകാശം പരത്തുന്നു. വെളിച്ചമുള്ളിടത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ നിൽക്കുന്നിടം വെളിച്ചപൂർണ്ണമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായി ഇന്നത്തെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ ബിബിയാനായോട് നമുക്ക് മധ്യസ്ഥം വഹിക്കാം. എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ നേരുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്, ജയ് മിഷൻ.